നിങ്ങളുടെ കുട്ടി 1 വയസ്സിന്റെ 2 വയസ്സിന്റെ ഇടയിലാണ്. നിങ്ങളുടെ മേജർ കൺസേൺ എന്താ? എൻ്റെ കുട്ടി ചില ദിവസം നന്നായി കഴിക്കും, ബാക്കിയുള്ള ദിവസങ്ങൾ കഴിക്കുന്നേ ഇല്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഇല്ലേ? എനിക്ക് കുറേ മദേഴ്സ് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര നോർമലാണ്. 1 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആദ്യമായിട്ട് ഫുഡെല്ലാം മര്യാദയ്ക്ക് കഴിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അങ്ങനത്തെ കുട്ടികൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് കഴിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ നന്നായി കഴിക്കും, ചിലപ്പോൾ ഒട്ടും കഴിക്കില്ല, ചിലപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചവച്ച് നോക്കും എന്നൊക്കെ ഉള്ളത് ഭയങ്കര നോർമലാണ്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോൻ്റെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും വിളിച്ചാൽ എല്ലാ ദിവസവും അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. ചില ദിവസം നന്നായി കഴിക്കും, ചില ദിവസം കഴിക്കാറേ ഇല്ല. അവരുടെ ആപ്പറ്റൈറ്റ് ചില ദിവസം ഭയങ്കര കൂടുതലായിരിക്കും, ചില ദിവസം കുറച്ചായിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ചൊന്ന് ഫ്ലെക്സിബിളായി അവർക്ക് ഫുഡ് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് 3 നേരം കൊടുക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ 2 നേരം, ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. ഓൾസോ 1 to 2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മിക്ക കുട്ടികളും ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഫോർമുല മിൽക്കിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ ഒക്കെ ചെല്ലുന്നുണ്ടാവും. ഓൾസോ ഈ പ്രായത്തിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ചിലർ പിടിച്ച് നടക്കുകയായിരിക്കും, ചിലർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ചിലർ ഓടാൻ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും, ചിലർക്ക് പല്ല് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലർക്ക് ഇപ്പോൾ പുതുതായിട്ട് ഓരോരുത്തരം അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ പല രീതിയിലും എക്സ്പ്ലോറേറ്റീവ് ആയിട്ടുള്ളൊരു ഏജാണ്. അതുകൊണ്ട് ഫുഡ് ഹാബിറ്റ്സും അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നത് ഭയങ്കര നോർമലാണ്. അവരെപ്പോൾ കഴിക്കുന്നു അപ്പം എല്ലാം ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കാൻ നോക്കുക എന്ന് മാത്രം. നിങ്ങൾക്ക് പറ്റുന്ന അത്ര ഗീ, നട്ട്സ് പൗഡർ അല്ലെങ്കിൽ ചീസ്, തൈര് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന അത്രയും ന്യൂട്രീഷൻ കൊടുക്കാൻ നോക്കുക. അത് കുറച്ചേ കഴിക്കുന്നുള്ളെങ്കിലും അത് കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആക്കാൻ നോക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല.